നമസ്കാരം, കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേലില എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അരുവികളും ചോലകളും നീർച്ചാലുകളും കൊണ്ടൊക്കെ സമ്പന്നമാണ് മേലില. ഇവിടുത്തെ ഒരു വ്യത്യസ്ത കർഷകനാണ് ശ്രീ മോഹനൻ പിള്ള. തൻ്റെ കാർഷിക ഭൂമിയിൽ അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന കാർഷിക വിളകളുടെ ഓരോ വിളകൾക്കിടയിലും അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന ചാലുകളിൽ നെൽകൃഷി നടത്തുകയും നെൽകൃഷിയിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ് ശ്രീ മോഹനൻ പിള്ള. അദ്ദേഹത്തിൻ്റെ കൃഷി വിശേഷങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന കാർഷിക ഗ്രാമമാണ് മേലില. പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കൃഷിയാൽ സമ്പന്നമാണ് ഈ മലമ്പ്രദേശം. കൃഷിയെ ഉപജീവനമാക്കി ജീവിതം കരുപിടിപ്പിക്കുന്ന ധാരാളം കർഷകരും ഈ നാടിന്റെ മുതൽക്കൂട്ടാണ്. അവരിൽ പ്രധാനപ്പെട്ട ഒരു കർഷകനാണ് മോഹനൻ പിള്ള. പാരമ്പര്യമായി കിട്ടിയ 2 ഏക്കർ കൃഷിഭൂമിയിൽ അച്ഛന്റെ മാർഗം പിന്തുടർന്ന് കൃഷി ചെയ്തു പോരുകയാണ് ഈ കർഷകൻ. ഇവിടെ പയർ, പാവൽ, പടവലം, ചീര, ചേമ്പ്, ചേന, വെള്ളരി, കോവൽ തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും വിവിധയിനം വാഴകളും കൃഷി ചെയ്തു വരുന്നുണ്ട്. പാരമ്പര്യമായി കിട്ടിയ കൃഷിയറിവുകളും മേലില കൃഷിഭവനിലെ ശാസ്ത്രീയ അറിവുകളും കൃത്യമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ കർഷകൻ കൃഷി ചെയ്തു പോരുന്നത്. എല്ലാ കാലവും ഒരുപോലെയല്ല മോഹനൻ പിള്ള കൃഷി ഇറക്കുന്നത്. സീസണുകളിൽ കൂടുതൽ കൃഷി ചെയ്യുകയും ഓഫ് സീസണുകളിൽ കൃഷിയുടെ ഉൽപാദനം കുറച്ചുമാണ് കൃഷിയെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 3 ഏക്കറാണ് നമുക്കുള്ളത്. ഇപ്പം 2 ഏക്കറിനകത്ത് പച്ചക്കറി കൃഷി ഇപ്പം 2 ഏക്കറിനകത്തുണ്ട്. അത് പാവല്, പടവലം, കോവല്, വെള്ളരി, വഴുതന, പച്ചമുളക്, വെണ്ട, അങ്ങനെ ഇതെല്ലാം ഇപ്പം ഈ മഴ സീസണായതുകൊണ്ട് കുറച്ചേക്കുക. പിന്നീട് ഇതിപ്പം ഉണക്ക് സീസൺ വരുമ്പം നമ്മൾ മുട്ടക്കോസ്, കോളിഫ്ലവർ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബീൻസ്, സവാള, പിന്നെ തക്കാളി, ഇങ്ങനെ എല്ലാ ഐറ്റംസും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ഐറ്റം ഇപ്പം 10 ഐറ്റം ഇപ്പം ചെയ്തിട്ടുണ്ട്. കൃഷിയിൽ മോഹനൻ പിള്ളയെ സഹായിക്കാൻ ഭാര്യ ജലജകുമാരിയും മക്കളായ ശ്രീലക്ഷ്മിയും ശ്രീകുട്ടനും സദാ സന്നദ്ധരാണ്. ചെറുപ്പത്തിൽ തന്നെ മക്കളെയും കൃഷിപാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കാർഷിക സംസ്കാരം അടുത്ത തലമുറയിലേക്ക് പകർത്തുന്നതിലും ഈ കർഷകൻ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വന്തം കൃഷിഭൂമിയിലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള വാഴക്കന്നുകളാണ് ഈ കർഷകൻ വാഴകൃഷിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുള പൊട്ടി ഇലവീശ് വരുന്ന കന്നുകളെ തൈകളായി ഉപയോഗിക്കാറില്ല. പകരം കൂമ്പിലയായി നിൽക്കുന്ന സൂചിക്കന്നുകളെയാണ് നടുന്നത്. 1.5 അടി ആഴത്തിൽ കുഴിയെടുത്ത് തടം പിടിച്ച് അടിവളമായി വേപ്പിൻ പിണ്ണാക്ക്, ചാണകം ഇടകലർത്തിയിട്ടാണ് തൈകൾ നടുന്നത്. എല്ലാ ഇനം വാഴകളും ഇടകലർത്തിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഒരിനം വാഴകളെ മാത്രം ആക്രമിക്കുന്ന കീടങ്ങളെ തടയാനാണിത്. നമ്മൾ വാഴവിത്ത് മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം സൂഡോമോണസ് മുക്കി വെയിൽ കൊള്ളാതെ തണുപ്പത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ പണ്ട് കാലത്ത് ചെയ്യുന്നത് പോലെ വലിയ പട്ട തടം എടുത്തതിന് ശേഷം അതിനകത്ത് കുമ്മായം ഇട്ടതിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിത്ത് വയ്ക്കുക. വെച്ച് അന്നേരം ചാണകപ്പൊടി ഉണ്ടെങ്കിലും ചാണകപ്പൊടി മറ്റ് ഈ ജൈവവളമേ ഇടും. അല്ല എല്ലുപൊടി ഒന്നും മേടിച്ചെടുത്ത് ചാണകപ്പൊടി ആവശ്യമുണ്ടാകും, ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചാണകപ്പൊടി ഇട്ട് നടും. ഒരു 30 ദിവസം കഴിയുന്നേരം 150 ഗ്രാം മസൂറിയും 100 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷ്യം ഇത് മിക്സറാക്കി ഇളക്കി ഇടും. പിന്നെ അടുത്ത മാസം വരുമ്പോൾ 100 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷ്യം ഇടും. അങ്ങനെ 4ാമത്തെ വളം വീണ്ടും ഈ ആദ്യം ഇട്ടതിൻ്റെ കൂട്ട് 150 ഗ്രാം പിന്നെ മസൂറിയും കൂടെ ചേർത്ത് ഇടും. അങ്ങനെ 5 വളം ചെയ്യും. പിന്നെ നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി സൂഡോമോണസ് നേരത്തെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും, മൂട്ടിലിടും. അങ്ങനെ അസുഖം ഇത് കൃത്യമായി ചെയ്താൽ വരത്തില്ല.
തൈകൾ നട്ട് ഓരോ മാസത്തിലും കൃത്യമായി വളങ്ങൾ നൽകാറുണ്ട്. വാഴ കൂമ്പിടുമ്പോൾ ചുവട്ടിലുണ്ടാകുന്ന മറ്റു കന്നുകളെ ചവിട്ടി ഓടിച്ച് മാതൃവാഴയ്ക്ക് തന്നെ വളമാക്കി മാറ്റി വരുന്നു. ചുവട്ടിലുണ്ടാകുന്ന സൂചിക്കന്നുകളെ ഇളക്കിയെടുത്ത് അടുത്ത കൃഷിക്കായി ഉപയോഗിച്ചു വരുന്നു. ഓണക്കാലം മുൻകൂട്ടി കണ്ട് ഇപ്പോഴിവിടെ കൂടുതലായി കൃഷി ചെയ്തിരിക്കുന്നത് നേന്ത്രവാഴകളാണ്. മേലില ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ശക്തമായ പ്രവർത്തനങ്ങളാണ് ഈ കർഷകന്റെ കാർഷിക വിജയത്തിനുള്ള പ്രധാന കാരണം. മേലില കൃഷിഭവനിലെ കൃഷി ഓഫീസർമാരുടെ ഇടയ്ക്കിടെയുള്ള ഫീൽഡ് വിസിറ്റും ഈ കർഷകന് ഉപകാരപ്രദമാകുന്നുണ്ട്. മേലിലയിലെ ഭൂപ്രദേശം, അതായത് ഭൂപ്രകൃതി എന്ന് പറയുന്നത് ചെങ്കുത്തായ മലകളും അതുപോലെ തന്നെ സമതലവും അതുപോലെ തന്നെ നിലപ്രദേശവും എല്ലാം ചേർന്ന ഒരു വളരെ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശം തന്നെയാണ് മേലില എന്ന് പറയുന്നത്. മേലിലയിൽ പ്രധാനമായിട്ടും ഉള്ള കൃഷി എന്ന് പറയുന്നത് വാഴ ഒരു പ്രധാനപ്പെട്ട വിളയാണ് ഇവിടെ. അതുകൂടാതെ പച്ചക്കറി, കുരുമുളക്, തെങ്ങ്, മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇവിടുത്തെ കർഷകർ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇവിടെയുള്ള ഒരു പ്രധാന കർഷകനാണ് മോഹനപിള്ള മോഹനവിലാസം. അദ്ദേഹത്തിൻ്റെ കൃഷി എന്ന് പറയുന്നത് പ്രധാനമായി അദ്ദേഹം ഒരു പച്ചക്കറി കർഷകനാണ്. വർഷം മുഴുവൻ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന, കൃഷിയിൽ പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു കർഷകനാണ് മോഹനപിള്ള. അദ്ദേഹത്തിന് ഈ പച്ചക്കറി കൃഷി കൂടാതെ വാഴ, അതുപോലെ തന്നെ തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, തെങ്ങ് അങ്ങനെയുള്ള മറ്റ് പല കൃഷിയും ഉണ്ട്. ഇതിൽ പ്രധാനം അദ്ദേഹം പച്ചക്കറിയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന് 6 പശുക്കൾ ഉള്ള ഒരു ഫാം ഉണ്ട്. ആ പശുക്കളിൽ നിന്നുള്ള അതിൻ്റെ വേസ്റ്റും അതിൻ്റെ ചാണകം ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹം ഈ കൃഷി കൊണ്ടുപോകുന്നത് തന്നെ. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് പിന്നെ പച്ചക്കറി എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു സമയം തന്നെ പല ടൈപ്പിലുള്ള പച്ചക്കറി, ഒറ്റ പച്ചക്കറി ഇപ്പം നമ്മുടെ പാവലോ പടവലോ ചെയ്യുവാണെങ്കിൽ അത് മാത്രമല്ല, അത് കൂടെ തന്നെ എല്ലാ ഇനങ്ങളുള്ള, അതായത് ചീര, പാവല്, പടവലം, മുളക്, വഴുതന ഇതെല്ലാം ഒരേ സമയത്ത് ഏതിനാണോ വില അപ്പോൾ ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള എല്ലാ വിളകളും അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. 30 സെന്റിമീറ്റർ വ്യാസത്തിൽ കുഴികളെടുത്ത് 1 മീറ്റർ അകലത്തിലാണ് പയർ വിത്തുകൾ ഇവിടെ നട്ടിരിക്കുന്നത്. പയറുകൾക്ക് പടർന്നു കയറാനായി പ്ലാസ്റ്റിക് കയറുകൾ കൊണ്ടുള്ള പന്തലും ഒരുക്കിയിട്ടുണ്ട്. തികച്ചും ജൈവികമായി മരച്ചീനി കമ്പുകളിലാണ് പ്ലാസ്റ്റിക് കയറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. പയറുകൾക്കിടയിൽ തന്നെ ചീര, ചേന, ചേമ്പ് എന്നിവ കൃഷി ചെയ്തിട്ടുണ്ട്. പയറുകൾക്ക് നൽകി വരുന്ന വളങ്ങൾ കൊണ്ടുതന്നെ ഈ ഇടവിള കൃഷിയും വളരുന്നു. ഓണക്കാലം മുൻകൂട്ടി കണ്ട് പ്രത്യേകമായി തരംതിരിച്ച ഭൂമിയിൽ പാവൽ, പടവലം, ചേന, ചേമ്പ്, വെള്ളരി തുടങ്ങി വിത്തുകളും കൃഷിയിറക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് തന്നെ വിളവ് എടുക്കുക വഴി കൃഷിയിലൂടെ കൂടുതൽ ആദായം നേടാൻ മോഹനൻ പിള്ളയ്ക്ക് കഴിയും. മേലില ഗ്രാമപഞ്ചായത്തിലെ മറ്റു കർഷകരിൽ നിന്നും വ്യത്യസ്തമായി കൃഷിയിടങ്ങളിലെ ചാലുകളിൽ നെൽകൃഷിയും മോഹനൻ പിള്ള ചെയ്തു വരുന്നുണ്ട്. പച്ചക്കറി കൃഷിയുടെ ജലസേചനത്തിനായി ഒരുക്കിയിരിക്കുന്ന ചാലുകളിലാണ് നെൽകൃഷി ചെയ്യുന്നത്. നെൽവിത്തുകൾ ചാലുകളിൽ വിതറുന്നു. പച്ചക്കറിക്ക് നൽകുന്ന വളങ്ങൾ വെള്ളത്തോടൊപ്പം ഒലിച്ച് ചാലിലിറങ്ങുന്നതാണ് നെൽകൃഷിയുടെ പ്രധാന വളം. ഈ നെല്ല് പറിച്ച് അവിടെ കൊണ്ടുവന്ന് നട്ട് ശരം വളമൊക്കെ ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ നല്ല നെല്ല്. ആ നെല്ല് അച്ഛനൊട്ട് കൊയ്തുമില്ല. അന്നേരം ആ സമയത്താണ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് അച്ഛൻ മരിച്ചു. ആ നെല്ല് ഞാനാണ് കൊയ്ത്. അന്നേരം നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി എവിടെന്നെങ്കിലും അല്പം വിത്ത് വാങ്ങുക, ഈ പാർട്ടികളെ ഇങ്ങനെ ഇനി ചുമ്മാ അടക്കുമല്ലേ വർഷങ്ങൾ കൊണ്ട് അവനെല്ലാം എടുക്കുക എന്ന് വിചാരിച്ച് എല്ലാം ചെയ്തു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അങ്ങേ വർഷം തിരുവനന്തപുരം ഡയറക്ടർ ഇവിടെ വന്നായിരുന്നു ഈ കൃഷി കാണാൻ. അന്നേരം നല്ല അങ്ങേര് പറഞ്ഞ് ഇത്രയും നാളെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും അത് ഒന്ന് ഭയങ്കര നെല്ല് കിടക്കും. അന്ന് കൊയ്യുന്ന സമയത്ത് ഇതേ ഓണം സമയത്ത് ഇങ്ങനെ നോക്കാൻ വന്നത്. അന്ന് നമ്മുടെ കൃഷി ഓഫീസർ റോഷൻ സാർ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പം എല്ലാ 2 കൃഷിയല്ലേ ചെയ്യുന്നത്.
നമുക്കിപ്പം കൃത്യം 3 കൃഷി കിട്ടും. ഇതിപ്പം കൊയ്താൽ ഉടനെ വേറെ പാത്തിയിലോട്ട് അങ്ങ് പാവും. ഈ പഴയ വിത്ത് അവനെ പിരിച്ച് നമ്മൾ ബാക്കിയുള്ള പാത്തികളിലെല്ലാം കുത്തിക്കലക്കി ചാണകം ഇട്ട് അങ്ങ് നടും. ഇപ്പം അതിനകത്ത് ഒരു രാസവളം ഇതുവരെയും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചാണകനാണ്. പിന്നെ ഈ മഴയൊക്കെ പെയ്യുന്നവരെ ഈ കരയ്ക്കത്തെ വളം എല്ലാം അതിനകത്ത് വലിച്ചിറങ്ങുന്നു. വളം വലുതായിട്ട് ചെയ്യുകയും വേണ്ട. പിന്നെ നമുക്ക് ഇത്രയും പശുവുള്ളപ്പം ഈ കച്ചിയാവും. അങ്ങനെ ഒറ്റ പാത്തി ഇപ്പം കളയില്ല. ഇപ്പോൾ ആദ്യത്തെ വർഷം തന്നെ ആദ്യം കൃഷി ചെയ്തപ്പം 780 കിലോ നെല്ല് കിട്ടിയത്. ഓരോ 6 മാസം കൂടുമ്പോഴും വിളവെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നെൽകൃഷി ചെയ്തു പോരുന്നത്. ഇവിടെ തന്നെ ജൈവവളങ്ങൾ നൽകി വിളയിപ്പിക്കുന്ന നെൽകൃഷിയായതിനാൽ ഇതിനും ആവശ്യക്കാരേറെയാണ്. ഇപ്പോഴിവിടെ വളർന്നു നിൽക്കുന്നത് ഉമ നെൽവിത്തുകളാണ്. ഈ നെൽകൃഷിയും ഓണത്തിന് കൊയ്തെടുക്കാൻ കഴിയും വിധമാണ് കൃഷി ചെയ്തിട്ടുള്ളത്. മണ്ണിൽ നിന്നും ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്ന മണ്ണിന്റെ മിത്രമായ പയർ തെങ്ങുകൾക്ക് ചുറ്റും വളർത്തിയിട്ടുണ്ട്. മണ്ണിലെ നൈട്രജന്റെ അളവ് നിലനിർത്താൻ ഈ രീതി കൊണ്ട് കഴിയും. കൃഷി ആവശ്യത്തിനുള്ള വളങ്ങൾക്കും പാലിനുമായി 6 പശുക്കളെ ഇവിടെ വളർത്തി പരിപാലിക്കുന്നുണ്ട്. അവയ്ക്കായി ചെറിയൊരു തൊഴുത്തും ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. എന്നിട്ട് രാവിലെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ കുറേ ചെയ്തതിന് ശേഷം 5 മണിയാകുമ്പോൾ ഇടത്തിൽ കയറി ചാണകമെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം കറന്ന്. ഇപ്പം സൊസൈറ്റിയിൽ ഇപ്പം അങ്ങനെ കൊടുക്കുന്നില്ല. കൂടുതലും വീടുകളിൽ ആ പാല് ഉപയോഗിക്കും. പിന്നെ കടകളിൽ കൊടുക്കുന്നുണ്ട്. സൊസൈറ്റി ഇപ്പം അങ്ങായതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഇവിടെ നല്ല ചിലവുണ്ട്. പാലിന് വിലയും ഉണ്ട് ചിലവും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷെ നല്ല വിലയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചുങ്ങളെ വിട്ടതിന് ശേഷം അവരെ എല്ലാം അഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് പിന്നെ അവർക്ക് തീറ്റയും കൊടുത്തിട്ട് കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഇവിടോട്ടൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഉച്ചയാകുമ്പോൾ അഴിച്ചങ്ങ് വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് അഴിച്ചങ്ങ് വീട്ടിൽ കൊണ്ടുചെന്ന് ഇവിടുത്തെ തൊഴുത്തൊക്കെ വൃത്തിയാക്കി വീണ്ടും കൊണ്ടുചെന്ന് കെട്ടി പിന്നെ 3 മണിയാകുമ്പോൾ കറവ. പശുപരിപാലനത്തിന്റെ പ്രധാന ചുമതല മോഹനൻ പിള്ളയുടെ ഭാര്യ ജലജകുമാരിക്കാണ്. പുലർച്ചെ 4 മണിക്ക് തന്നെ തൊഴുത്തും പശുവിനെയും വൃത്തിയാക്കി കറവ ആരംഭിക്കുന്നു. നാടൻ പശുക്കളായതിനാൽ ഇതിന്റെ പാലിന് ആവശ്യക്കാരേറെയാണ്. പലരും നേരിട്ട് വീട്ടിലെത്തിയാണ് പാൽ വാങ്ങിക്കാറുള്ളത്. ബാക്കിയുള്ള പാൽ ക്ഷീരസംഘം വഴി വിൽപ്പന നടത്തി വരുന്നു. വീട്ടിൽ വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും കാലിത്തീറ്റയുമാണ് പശുക്കളുടെ പ്രധാന ആഹാരം. ഇവയ്ക്ക് പുറമെ ചക്കയുടെ മടലും ഭക്ഷണമായി നൽകാറുണ്ട്. കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. മാത്രമല്ല ഇത്തവണത്തെ 2014-15 വർഷത്തെ ആത്മ പദ്ധതിയിലുള്ള IFS ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റിലുള്ള മികച്ച കർഷകനായിട്ട് ഈ മോഹൻ പിള്ളയെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പശുവും കൃഷിയും എന്നുള്ള ആ 2 ഫാമിംഗ് സിസ്റ്റം കൂടാതെ അദ്ദേഹത്തെ നമ്മൾ വെർമി കമ്പോസ്റ്റിങ്, അതുപോലെ തന്നെ അക്വാകൾച്ചർ, ഫിഷ് കൾച്ചർ, പിന്നെ അതുപോലെ എപ്പിക്കൾച്ചർ, തേനീച്ച കൃഷി, ഇതിലോട്ടൊക്കെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ഒരു തുടക്കം ഇപ്പോൾ കുറിച്ചിട്ടുണ്ട്. മേലില പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അംഗീകാരം മോഹനൻ പിള്ളയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കൃഷിയെ വെറും ഉപജീവന മാർഗമാക്കി മാത്രം മാറ്റാതെ സംസ്കാരമായി കണ്ട് പുതുതലമുറയിലേക്ക് പകർത്താൻ ശ്രമിക്കുന്ന മോഹനൻ പിള്ളയുടെ കൃഷിരീതികളും പരീക്ഷണങ്ങളും കേരളത്തിലെ കാർഷിക ഭദ്രതയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിലെ മാറിവരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് അനുയോജ്യമായ കൃഷിരീതികൾ തെരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് അനുയോജ്യമായ കാർഷിക വിളകൾ സ്വന്തം കൃഷിഭൂമിയിൽ വിളയിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു മികച്ച കർഷകനാണ് ശ്രീ മോഹനൻ പിള്ള. അദ്ദേഹത്തിന്റെ കൃഷിരീതികൾ കേരളത്തിലെ കർഷകർക്ക് മികച്ച മാതൃകയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു കർഷകനുമായി വീണ്ടും കാണാം. നമസ്കാരം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറി ക്ലസ്റ്റർ വികസനത്തിന് ധനസഹായം. സൂക്ഷ്മ ജലസേചന യൂണിറ്റിന് ധനസഹായം. പാൽ ഗുണമേന്മ പരിശോധന സൌകര്യം. വിശദമായ വാർത്തകളിലേക്ക്. കൃഷിവകുപ്പ് വാണിജ്യ പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിന് കുറഞ്ഞത് 15 കർഷകർ ഉൾപ്പെട്ട പച്ചക്കറി ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകുന്നു. ജലസേചന സൌകര്യം ഒരുക്കുന്നതിന് 10,000 രൂപ, സസ്യ സംരക്ഷണ ഉപാധികൾക്ക് യൂണിറ്റ് 1-ന് 1,500 രൂപ, ഹരിത ഫണ്ടിനത്തിൽ 2,000 രൂപ എന്നീ സഹായങ്ങൾ ക്ലസ്റ്ററിന് ലഭ്യമാക്കും. കൃഷിവകുപ്പ് മഴമറ കൃഷി പ്രോത്സാഹനത്തിന് 400 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു. മഴമറ നിർമ്മാണത്തിന് നിർമ്മാണ ചെലവിന്റെ 75%, അതായത് 50,000 രൂപ സഹായം നൽകും. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ. കാർഷിക രംഗത്തിന്റെ സർവ്വതോന്മുഖമായ ഉന്നമനം ലാക്കാക്കി കർഷകർക്കായി കിസാൻ ചാനൽ ആരംഭിച്ചു. കർഷകർക്ക് SMS വഴി കാർഷിക നിർദ്ദേശങ്ങൾ ലഭ്യമാക്കി. രാജ്യത്തൊട്ടാകെ മെഗാ ഫുഡ് പാർക്ക് എന്ന പേരിൽ 17 ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് അനുമതി നൽകി. 2,000 കോടി രൂപ മുതൽ മുടക്കുള്ള ഈ സംവിധാനം രാജ്യത്തെ 12 ലക്ഷത്തോളം കർഷകർക്ക് സഹായകമാകും. ആലത്തൂർ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ജൂലൈ 6 മുതൽ 10 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലനം നൽകുന്നു. ഫീസ് 115 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0492226040. ഇടുക്കി ജില്ലയിൽ മത്സ്യസമൃദ്ധി പദ്ധതിയിലേക്ക് കർഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർക്ക് ഫിഷറീസ് വകുപ്പിൽ നിന്ന് സൌജന്യമായി മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുന്നതാണ്. താൽപര്യമുള്ളവർ ജൂലൈ 4-നകം അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9947600700. കൃഷിവകുപ്പ് സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി സൂക്ഷ്മ ജലസേചന യൂണിറ്റും ഫെർട്ടിഗേഷൻ യൂണിറ്റും സ്ഥാപിക്കാൻ യൂണിറ്റ് 1-ന് 30,000 രൂപ സഹായം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. പശു, എരുമ, ആട് എന്നിവയുടെ പാലും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഗുണമേന്മ പരിശോധിക്കുന്നതിനും പാൽ ഗുണനിയന്ത്രണ ഗ്ലാസ് ഉപകരണങ്ങൾ കാലിബ്രേറ്റ് ചെയ്യുന്നതിനുമുള്ള സൌകര്യം മണ്ണുത്തി ഡയറി സയൻസ് കോളേജിലെ ക്ഷീര രസതന്ത്ര വിഭാഗത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9895424209. സമ്പൂർണ്ണ ജൈവ കാർഷിക മണ്ഡലം പദ്ധതിയുടെ ഭാഗമായി ജൈവകൃഷിയിൽ താൽപര്യമുള്ള കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള കർഷക ഗ്രൂപ്പുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ ജൂലൈ 15-ന് മുമ്പ് കൃഷിഭവനുകൾ പേര് രജിസ്റ്റർ ചെയ്യണം. അപേക്ഷാ ഫോറം രാമനാട്ടുകര, ഫറൂഖ്, കടലുണ്ടി, ബേപ്പൂർ, ചെറുവണ്ണൂർ, നല്ലളം, കോഴിക്കോട് കൃഷിഭവനുകളിൽ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0495272048. മറ്റൊരു നമ്പർ 049524800270. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,200 രൂപ, കോഴിക്കോട് 12,800, തൃശൂർ 11,500. കൊപ്ര കൊച്ചി 7,520, കോഴിക്കോട് 7,950, തൃശൂർ 7,790. കുരുമുളക് അൺഗാർബിൾഡ് 63,100, ഗാർബിൾഡ് 66,100. ചുക്ക് മീഡിയം 23,000, ബെസ്റ്റ് 24,000. മഞ്ഞൾ സേലം 8,200, ഈറോഡ് 8,400. അടയ്ക്ക 23,500-നും 24,500-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,700, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,900. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,700, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 11,200, കൊപ്ര 7,520, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000, റോട്ടറി 2,500,
കുരുമുളക് അൺഗാർബിൾഡ് 63,100, ഗാർബിൾഡ് 66,100. ചുക്ക് മീഡിയം 23,000, ബെസ്റ്റ് 24,000. അടയ്ക്ക പുതിയത് 23,500 24,500 ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 മുതൽ 250 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350 മുതൽ 425 രൂപ വരെ. ജാതിപത്രി 600 മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,700, റബ്ബർ RSS 4 ഗ്രേഡ് 12,900, ഒട്ടുപാൽ 8,900, ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. ശക്തമായ കാറ്റും മഴയും മൂലം ഹൈറേഞ്ചിൽ ഏലം ചെടികൾക്ക് കനത്ത കൃഷിനാശം. പല തോട്ടങ്ങളിലും ഏലയ്ക്ക അടർന്നു വീണത് മൂലം ഉൽപാദനത്തിൽ ഗണ്യമായ കുറവ് സംഭവിക്കുമെന്നാണ് ആദ്യ വിലയിരുത്തൽ. കാർഷിക മേഖലയിലെ സ്ഥിതിഗതികൾ അനുകൂലമല്ലെന്ന തിരിച്ചറിവിൽ വാങ്ങലുകാർ ലേല കേന്ദ്രങ്ങളിൽ സജീവമായി. ഇന്ന് നടന്ന ലേലത്തിൽ കയറ്റുമതിക്ക് അനുയോജ്യമായ ഇനങ്ങൾ കിലോ 1,009 രൂപയിലും ശരാശരി ഇനങ്ങൾ 695 രൂപയിലുമാണ്. ടയർ വ്യാവസായിക റബ്ബർ വിപണികളിൽ നിന്ന് അകന്നതുമൂലം വിവിധ ഇനം ഷീറ്റിന് 100 രൂപ വീതം കുറഞ്ഞു. 4 ഗ്രേഡ് 12,900 രൂപയായി താഴ്ന്നു. കൊച്ചി, കോട്ടയം വിപണികളിലേക്കുള്ള റബ്ബർ വരവ് കുറഞ്ഞ അളവിൽ മാത്രമാണ്. നാളികേര ഉൽപ്പന്നങ്ങളെ ബാധിച്ച തളർച്ച രൂക്ഷമായി. കൊച്ചിയിൽ തുടർച്ചയായി 2ാം ദിവസവും വെളിച്ചെണ്ണ വില 200 രൂപ ഇടിഞ്ഞു. കൊപ്ര, പിണ്ണാക്ക് വിലകളിലും കുറവ് സംഭവിച്ചു. സംസ്ഥാനത്തെ മറ്റു വിപണികളിലും എണ്ണവില താഴ്ന്നിട്ടുണ്ട്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.2, 23.5. കൊച്ചി 30.4, 24. ആലപ്പുഴ 31, 24.1. പുനലൂർ 31, 23. തിരുവനന്തപുരം 29.6, 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സഹോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. സുഗന്ധത്തിന്റെ ചാമരം വീശി, സ്വാദിന്റെ അലകൾ ഉയർത്തി, പുരോഗതിയുടെ പാതയൊരുക്കി, പുഞ്ചിരി പൂഞ്ചിറക് വിടർത്തി, നാടാകെ പച്ചപ്പ് ചാർത്തി, വ്യവസായങ്ങൾക്ക് അവസരമൊരുക്കി, പൂന്തേൻ മാധുര്യം പരത്തി, ആഹ്ലാദത്തിന്റെ തിരകൾ ഉയർത്തി. NHM ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മന്ദഹാസം. അല്ലേ രാഘവ, വിത്ത് വാങ്ങി, കീടനാശിനി വാങ്ങി, ഇപ്പോഴിതാ വളവും വാങ്ങി. ഇതിനൊക്കെ പണം എവിടുന്നാ വരുന്നേ? ഗോപാല, ചെലവിനെ കുറിച്ച് എന്തിനാണോ വിഷമിക്കുന്നത്? എന്താന്നോ, എന്റെ പക്കലുണ്ടല്ലോ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ്. കാർഡോ? ഇതെന്തുവാന്നാ? എന്താന്നോ, ഇത് ബാങ്കിൽ നിന്ന് കിട്ടുന്നതാ. ഈ കാർഡ് കൊണ്ട് ഒരു നിശ്ചിത തുകയ്ക്ക് നമ്മുടെ നിലത്തിന് വേണ്ട സാധനങ്ങൾ. അതെയോ? എന്നാ എനിക്കൊരു കാർഡ് വാങ്ങിത്താ. അങ്ങനെയോ? അടുത്തുള്ള ബാങ്കിൽ ചെല്ല്, കാർഡ് വാങ്ങിക്ക്, ലാഭമേറെ നേടിക്കോ. അമ്മേ, ഞാൻ സ്കൂളിൽ പോവാ പഠിക്കാൻ. സ്കൂളിലോ? കല്യാണം കഴിച്ചു വരുമ്പോ പറഞ്ഞിരുന്നല്ലോ നീ പഠിപ്പുള്ളവളാണെന്ന്. എന്റെ അമ്മേ, ഫാം സ്കൂളിലേക്കാ പോകുന്നത്. കൃഷിയുടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്റെ കൂടെ വന്നോളൂ അമ്മേ. ഫാം സ്കൂൾ ഇവിടെ പാടത്ത് വിളകൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് മണ്ണിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ വളം, മേൽത്തരം വിത്ത്, പിന്നെ ആവശ്യാനുസരണം കീടനാശിനി. അതായത് കുറഞ്ഞ ചിലവിൽ അധിക ലാഭം.